സോദരന്മാരെ വരുവിൻ വരുവിൻ, നമ്മൾക്കൊന്നായി അണിചേരാം. അഭിമാനമിൻ തൗഹീദിൻ കൊടി ഏന്തിട്ടൊന്നായി മുന്നേറാം. ഉയർന്നിടട്ടെ തക്ബീർ ധ്വനികൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. തകർന്നിടട്ടെ ശിർക്കിൻ കോട്ട, മുഹമ്മദ് യാ റസൂലുള്ളാഹ്, മുഹമ്മദ് യാ റസൂലുള്ളാഹ്. നാദാ നീ എനിക്ക് നേരായ മാർഗം കാണിച്ചു തന്നാലും, ഇന്ന് മുസ്ലിം സമൂഹം പല വിഭാഗം ചേരികളായിന്ന്. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ കുറ്റം പറയുന്നു. നാദാ നേർവഴി കാട്ടിടണേ, നാദാ നേർവഴി കാട്ടിടണേ. ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവും എല്ലാവർക്കും ഒന്നാണ്. പക്ഷേ വേറെ പലവിധ ആശയ തർക്കങ്ങൾ മൂലം ഫിത്നയും ഫസാദുമാണ്. മുസ്ലിമിന്ന് ചേരികൾ തിരിച്ച് തർക്കിച്ചു നടപ്പാണ്. നാദാ നേർവഴി കാട്ടിടണേ, യഥാർത്ഥ തൗഹീദ് കാട്ടിടണേ. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ കണ്ടാൽ സലാം പറയില്ല. ഒരു വിഭാഗം പറയുന്നു അവരാണ് ശരിയെന്ന്, മറ്റൊരു വിഭാഗം പറയുന്നു അവരാണ് ശരിയെന്ന്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടാൽ സലാം പറയണമെന്ന് പഠിപ്പിച്ചു തിരുദൂത്. പുഞ്ചിരിയിൽ സദക്കയുണ്ടെന്ന് പഠിപ്പിച്ചു മുത്തു ഹബീബ് നമ്മെ. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് കഴിക്കുന്നവൻ എന്റെ വിഭാഗത്തിൽ പെട്ടവനല്ലെന്ന് പഠിപ്പിച്ച തിരുദൂത്. എന്റെ നാഥൻ എന്റെ റബ്ബാ, എന്റെ ഗുരുനാഥൻ എന്റെ ഹബീബാ, എന്റെ വഴി കാട്ടി വിശുദ്ധ ഖുർആനാ. അംബിയാ മുസ്ലിങ്ങളുടെ പാതയിൽ നീ എന്നെ ചേർത്തിടണേ. നാദാ ഇലാഹി നീ എന്നെ ചേർത്തിടണേ. നിന്റെ മതത്തിൽ തർക്കങ്ങളുണ്ടാക്കുന്ന വിഭാഗങ്ങൾക്ക് നീ നേർവഴി കാട്ടിടണേ. ഇലാഹി തൗഹീദിൽ മുന്നേറാൻ നാദാ തുണച്ചിടണേ. സോദരന്മാരെ വരുവിൻ വരുവിൻ, നമ്മൾക്കൊന്നായി മുന്നേറാം. അഭിമാനമിൻ തൗഹീദിൻ കൊടി ഏന്തിട്ടൊന്നായി മുന്നേറാം. ഉയർന്നിടട്ടെ തക്ബീർ ധ്വനികൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. തകർന്നിടട്ടെ ശിർക്കിൻ കോട്ട, മുഹമ്മദ് യാ റസൂലുള്ളാഹ്.